തലേദിവസത്തെ പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മഞ്ഞ റോസാപ്പൂ. നോർമലി നമ്മൾ എങ്ങനെയാണ് ഒരു റോസാപ്പൂ ഉണ്ടാക്കുന്നത് അതിൻ്റെ പാറ്റേൺ ഫോളോ ചെയ്യുന്നു. ഓൺലി ഡിഫറൻസ് നമ്മൾ ഹുക്ക് സൈസും യാൺ സൈസും കുറച്ച് വലുതെടുക്കണം. കാരണം ചെറുത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ളതല്ലേ കിട്ടുള്ളൂ. ഓരോ യാൺ അനുസരിച്ചിട്ട് റോസാപ്പൂവിൻ്റെ വലുപ്പവും വ്യത്യാസം വരുന്നുണ്ട്. യാണിൻ്റെ ടെക്സ്ചറും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതൊരു കോട്ടൺ യാൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലുക്ക്. ഇത് അക്രലിക് യാണാണ്. ബിക്കോസ് ക്രാഫ്റ്റ് ഐറ്റംസിനെയും കൂടുതൽ ഈ അക്രലിക് യാൺസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ യാണിൻ്റെ വരുന്നത് നമ്മളിതിൽ സെക്യൂർ ചെയ്തിട്ട് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സംഭവം ചെറുതായിട്ട് ഇതിൻ്റെ പ്രത്യേകത ഇത് അക്രലിക് യാണാണ്. ഇതിൻ്റെ ഈ നൂലുകളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടല്ലോ. അപ്പം അത് പരമാവധി പറ്റാവുന്നതൊക്കെ ഒന്ന് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം മൊത്തത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരികത്ത് ആ ഒരു ഹീറ്റ് തട്ടുമ്പോൾ അതിങ്ങനെ ഉരുക്കി അതിലോട്ട് അലിഞ്ഞ് ചേർന്നോളും. സോ നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഫിനിഷിങ് കിട്ടും. ഇതൊരു മധുരം വെപ്പ് എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. അപ്പോൾ അത് കുറച്ചും കൂടി മോഡേണൈസ്ഡ് ആയിട്ടുള്ളൊരു ചടങ്ങായിട്ടാണ് ഇവിടെ നടക്കുന്നത്. എക്സാക്ട് ട്രഡീഷൻ പ്രകാരമല്ല, പക്ഷെ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് ഈ ഒരു ചടങ്ങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസത്തെ പരിപാടി അതാണ് നടത്തിയത്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മഞ്ഞ റോസാപ്പൂ റെഡി. ഒരു ടേബിളിൽ നമ്മൾ വെക്കാനായിട്ട് ആ സ്പേസ് കുറച്ച് കുറവായിരുന്നു, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളത് എങ്ങനെയും ഒതുക്കി കയറ്റിയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. വീട്ടിലെ കോമൺ ആയിട്ടുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവമാണ്. ഈ ബൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചധികം റോസാപ്പൂക്കൾ ബാക്കിയൊന്നും ഞാൻ കുറേ അധികം ഉണ്ടാക്കി. ആക്ച്വലി എനിക്കിങ്ങനെ റോസാപ്പൂ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഇങ്ങനെ ഇൻട്രസ്റ്റ് കൂടി വന്നപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചെണ്ണം ഉണ്ടാക്കി വെച്ചു. എൻ്റെ മനസ്സിൽ വേറൊരു ഐഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് ചെയ്യാനായിട്ട്. വേറൊരു ബേസ് വെച്ചിട്ട് അതുമായി പൂക്കൾ ഒട്ടിച്ച് കൊടുക്കുന്ന രീതിയിൽ. പിന്നെ ആ മെറ്റീരിയൽ കണ്ടുപിടിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാനാ, ഈ ഒരു ഹൂപ്പ്, നമ്മുടെ എംബ്രോയിഡറി ഹൂപ്പാണ് ഇവിടെ ഇരുന്നത്. ഞാനെടുത്ത് ഒരു ചെറിയ ഹൂപ്പുണ്ട്, ഇപ്പോൾ വലിയ ഹൂപ്പുണ്ട്. ഈ വലിയ ഹൂപ്പ് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ കുറച്ചാൾ എംബ്രോയിഡറിക്ക് ഒരു ബ്രേക്ക് ഇട്ട് വെച്ചതുകൊണ്ട് ഈ വലിയ ഹൂപ്പ് എടുത്ത് അതുമ്മേ ഈ ഒരു പേപ്പറൊക്കെ ഫിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് അതുമ്മേ പൂക്കളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് ഇത് ടേബിളിൽ വയ്ക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി, എന്നാൽ പിന്നെ ഈ സംഭവത്തിനുണ്ടല്ലോ ഓൾറെഡി ഒരു ചെറിയൊരു ഹോൾ പോലെ ഉണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ആണിയമേലും കയറിക്കോളും. എന്നാൽ പിന്നെ ഭിത്തിമേ വെക്കാനായിട്ട് ഓക്കെ ആണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് ഭിത്തിമയാണ് ഇതിപ്പോൾ പതിപ്പിച്ചിരിക്കുന്നത്. അതവിടെ ഇരുന്നോട്ടെ, നല്ല ഭംഗിയുണ്ട്. വൈറ്റ് കോട്ടൺ യാണിൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കിയ റോസാപ്പൂവാണ് ഇരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ ബൊക്കെ. സോ 2 ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ബൊക്കെ നമ്മൾ ഗ്രൂമിനെ കൊടുത്തു വിട്ടു. സോ ഒരു ബൊക്കെ ബ്രൈഡിൻ്റെ വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് റോസാപ്പൂ ഉണ്ടാക്കാൻ ഭയങ്കര ക്രേസ് പിടിച്ചിരിക്കുന്ന ടൈമിലാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. ഈ കളർ റോസ് ഓൾറെഡി ഉണ്ടായിരുന്നു, മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റെമ്മും ഡിഫറെൻ്റ് ആണ്. അതൊരു വയർ സ്റ്റെമ്മാണ് ഇതിൻ്റെ വരുന്നത്. ഇത് ചൈനീസ് സ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് വരുന്നത്. ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചലഞ്ച്, ഇത് എന്ത് വെച്ച് റാപ്പ് ചെയ്യുന്നുള്ളതാണ്. ഈ ബെട്രോത്തലിനാണ് ഇത് ബ്രൈഡും ഗ്രൂമും വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കാനായിട്ട് തലേ ദിവസമാണ് ഇതിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തത്. ഈ ഒരു സംഭവത്തിൻ്റെ ഐഡിയ വന്നത് ഗ്രാനി സ്ക്വയർസ് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കോസ്റ്റേഴ്സ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രാനി സ്ക്വയർസ് എടുത്ത് അതിന് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നി. വേറെ ഐഡിയ ഉണ്ടായിരുന്നു, ഇതുപോലത്തെ ബൾക്കി യാണൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇത് ഞാൻ ആലോചിച്ചു. ഒരു ഇത്രയും പോർഷൻ ആ രീതിയിൽ സെറ്റ് ചെയ്യാം. പക്ഷേ സോഫ്റ്റാണ് പിടിക്കാനായിട്ട്, ബട്ട് കുറച്ച് ബൾക്കി ആണല്ലോ സംഭവം. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. കാരണം ഈ റോസാപ്പൂവിന് അത് ചേരില്ല എന്ന് തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ ഈ സംഭവമാണ് നമ്മുടെ ഈ കോസ്റ്റർ ഇരിപ്പുണ്ടായിരുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്ത് കുറച്ച് നാച്ചുറാലിറ്റി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണെങ്കിൽ മുത്ത് പിടിപ്പിക്കേണ്ടിരുന്നത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇവിടെ മാത്രം ഒരു മുത്ത് പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സ്റ്റെമ്മ് ശരിയാക്കി എടുക്കാനുള്ള മടി കാരണമാണ് ഇത് നീണ്ട് തലേദിവസമായി പോകുന്ന അസംബിൾ ചെയ്തെടുത്ത് സെറ്റ് ചെയ്തത്. കാരണം 2 ബൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു ബൊക്കെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ 2 ബൊക്കെയൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കാത്ത സ്ഥിതിക്ക് നമ്മളത് ചെയ്ത് റോസാപ്പൂ ഉണ്ടാക്കാൻ പറ്റും, ബൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലും ചെയ്യാനായിട്ട്. കാരണം ഇതിന് ഭയങ്കര ക്രാഫ്റ്റി കൈൻഡ് ഓഫ് വർക്കൊന്നും വേണ്ടി വരുന്നില്ല. ഈ ക്രോഷി വർക്കാണ് മെജോറിറ്റിയിൽ വരുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. സമയപരിമിതി കാരണം ടോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അത് വേണ്ട, അങ്ങനെ തിക്കും തിരക്കും കൂട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ അതുണ്ട്. ഇപ്പോൾ ഈ ക്രാഫ്റ്റ് ആയിട്ടും ചെയ്യണ പോലെയല്ല. ഇപ്പോൾ വേറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ടൈം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ഓഫ്. ഓക്കെ, സോ നല്ലൊരു ചടങ്ങായതുകൊണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒന്നും മലമ്പാക്കണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടാണ് വേറബിൾസ് ആയിട്ടൊന്നും ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഈ 2 പരിപാടിക്ക് വേണ്ടിയിട്ട് തലേദിവസത്തെ പരിപാടി ബെട്രോത്തലിന് വേണ്ടിയിട്ടും
നടത്തിയിട്ടുള്ള കുറച്ച് ക്രോഷേ പരിപാടീസാണ്, ക്രോഷേ പ്രോജക്ട്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. സ്റ്റേ കണക്റ്റഡ്, കാരണം ഇനി നമ്മുടെ ക്രോഷേ വീഡിയോസ് വരുന്നുണ്ട്.